മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ സഹായം നൽകുന്ന സംഘടനയാണ് ആൽക്കഹോളിക് അനോണിമസ്. രോഗശമനത്തിന് 12 പ്രാർത്ഥനാ രീതികളും ധ്യാനവും മാത്രമാണ് പിന്തുടരുന്നതെന്ന് സംഘടന അവകാശപ്പെടുന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ പ്രോഗ്രാം ഓഫീസ് മുഖേന അംഗൻവാടികൾക്ക് ആൽക്കഹോളിക് അനോണിമസിന്റെ പോസ്റ്ററുകൾ വിതരണം ചെയ്യാൻ സാമൂഹ്യനീതി ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മദ്യാസക്തി രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യവകുപ്പും അനുമതി നൽകിയതായി സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി സംഘടന അവകാശപ്പെടുന്നു. വൈദ്യശാസ്ത്രപരമോ മനഃശാസ്ത്രപരമോ ആയ ഒരു ചികിത്സയും തങ്ങൾ നൽകാറില്ലെന്ന് സംഘടനാ പ്രതിനിധികൾ തന്നെ പറയുന്നു. ഇത് മരുന്നും അങ്ങനെയൊന്നുമില്ല. ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പ്. അപ്പൊ ഇത് തിരുവനന്തപുരത്ത് എല്ലാ ദിവസങ്ങളിലും ഇതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെയാണ്. ലൂർദ് പള്ളി അവിടെയാണ് ഞങ്ങൾക്ക് ഹാള്. ആത്മീയ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കു വേണ്ടി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത് തന്നെ ദുരൂഹമാണ്. മദ്യവിമുക്തിക്ക് സർക്കാർ തലത്തിൽ ധാരാളം സംവിധാനങ്ങൾ നിലവിലിരിക്കെയാണ് പോസ്റ്റ് ബോക്സ് നമ്പർ മാത്രമുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടി സർക്കാർ ഉത്തരവ്. ഉത്തരവിന്റെ പിൻബലത്തിൽ റീജിയണൽ ട്രസ്റ്റിയുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയായതിനാൽ ആരെയും കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. സൗജന്യ സഹായം എന്നാണ് പ്രചാരണമെങ്കിലും ചികിത്സയ്ക്കെത്തുന്നവരിൽ നിന്ന് പണപ്പിരിവ് നടത്താറുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു. അവർ ക്രിസ്തീയ രീതിയിൽ എന്തൊക്കെയോ അവർ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പണക്കിഴിയാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പം എല്ലാവരും 50-100 രൂപയൊക്കെ അതിലിടുന്നുണ്ടായിരുന്നു. പരസ്യം കണ്ട് മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ സംഘടനയുടെ PB നമ്പറിലേക്ക് കത്തുകൾ അയച്ച് പ്രചാരണ പോസ്റ്ററുകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.